2-3 ആഴ്ചയ്ക്കുള്ളിൽ അവസാനിക്കുമെന്ന പ്രതികരണം ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ട്രംപിന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകണം. അമേരിക്ക ലക്ഷ്യസാധ്യത്തിനരികെ ആണെന്നും സമാധാന കരാറിനായി ഇറാൻ യാചിക്കുകയാണെന്നുമാണ് ട്രംപ് പറയുന്നത്. ഇറാന്റെ ഭരണകൂടത്തെ നമുക്കറിയാം, നേരത്തെ ട്രംപും ഇസ്രായേലും ഒക്കെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നത് ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കുകയാണ് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളതാണ്. പക്ഷേ അത് ഇപ്പോൾ ആ ലക്ഷ്യം അതല്ലെന്നും ട്രംപ് പറയുന്ന പശ്ചാത്തലം ഉണ്ട്. ഇറാനുമായി ഒരു ഔദ്യോഗിക കരാറോ ഉടമ്പടിയോ ഇല്ലാതെ തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ US കഴിയുമെന്നും മറ്റും കൂട്ടിച്ചേർക്കുന്ന പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇറാന്റെ പക്കൽ ആണവായുധങ്ങൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക എന്നതായിരുന്നു സൈനിക നടപടിയുടെ ലക്ഷ്യം. ആ ലക്ഷ്യം കൈവരിക്കപ്പെട്ടതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നിലപാടിലേക്ക് പോകുന്നത് എന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. ട്രംപിന്റെ വാക്കുകളിലേക്ക് വളരെ പെട്ടെന്ന്. What is the plan to bring them back down? All I have to do is leave Iran, and we'll be doing that very soon. And they'll become tumbling down. And stock prices were up today almost to a record because they know two things. Number one, we have a safe country. We had to take a little detour because we had a madman named Khomeini who sadly is no longer with us. And we had regime change already. We've knocked out one regime, then we knocked out the second regime. Now we have a group of people that are very different. They're much more reasonable. I think much less radicalized. We've had regime change. We're dealing with people that are much more rational, that people pour in and destroy our country. So I have many powers, but I would say that within കാർത്തിക്, ഈ ട്രംപിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ഈ ആക്രമണം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ വെനസ്വേലയിൽ എന്ത് നടപ്പിലാക്കിയോ അതുപോലെ തന്നെ ഇറാനിലും തങ്ങൾ ലക്ഷ്യം വെക്കുന്നുവെന്നാണ് ട്രംപ് പറഞ്ഞു വെച്ചിരുന്നത്. കാരണം അവിടുത്തെ ഭരണകൂടത്തെ മാറ്റുക. ഇപ്പോൾ ട്രംപ് പറയുന്നു ആണവായുധങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും ഇറാന്റെ ഇല്ലാതാക്കി കഴിഞ്ഞു, ആണവായുധങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി കഴിഞ്ഞു, ഭരണകൂടത്തെ തൊടുക എന്നത് ഞങ്ങളുടെ ലക്ഷ്യമല്ല എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ട്രംപ് വീണ്ടും പിന്മാറുന്ന സൂചനകൾ കൂടിയല്ലേ ഇപ്പോൾ പുറത്തു വരുന്നത്? തീർച്ചയായിട്ടും അമേരിക്ക എന്തൊക്കെ ലക്ഷ്യമിട്ടുവോ ആ ലക്ഷ്യങ്ങളിൽ ഭൂരിഭാഗവും നേടാതെയാണ് ഈ പിന്മാറ്റം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തു പറഞ്ഞാണ് പിന്മാറ്റം എന്ന് ഔദ്യോഗികമായി നമുക്ക് കാത്തിരിക്കണം. കാരണം അത് ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്യും എന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സമയം നാളെ രാവിലെയാണ് ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്യുക. സ്വാഭാവികമായും ഇറാനുമായി ബന്ധപ്പെട്ട പശ്ചിമേഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ തന്നെയാണ് അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുക? സ്വാഭാവികമായും ആദ്യഘട്ടം മുതൽ തന്നെ ഈ യുദ്ധം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ പല ലക്ഷ്യങ്ങളും അമേരിക്ക മുന്നോട്ട് വച്ചിരുന്നു. ഒന്ന് റിജൈം ചേഞ്ചാണ്. മാത്രമല്ല പുതിയ ഭരണാധികാരി അധികാരത്തിലെത്തുമ്പോൾ ആ ഭരണത്തലവൻ ആരായിരിക്കണം എന്നതിൽ തൻ്റെ നിർദ്ദേശം കൂടി പരിഗണിക്കണം എന്നുവരെ ഒരു ഘട്ടത്തിൽ ട്രംപ് പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും സാധ്യമായില്ല. എന്നാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഒരുങ്ങിയത് പലതരത്തിലുള്ള പ്രതിസന്ധികൾ അമേരിക്കയ്ക്ക് മുന്നിൽ ഉള്ളതുകൊണ്ട് കൂടിയാണ്. അതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ ആഗോളതലത്തിൽ ഉണ്ടായിരിക്കുന്ന ഊർജ്ജ പ്രതിസന്ധി. മറ്റൊന്ന്, പല ഘട്ടങ്ങളിലും ഈ യുദ്ധത്തിൽ നാറ്റോ രാജ്യങ്ങളുടെ പിന്തുണ US അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷേ ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ കാര്യമായ പിന്തുണ അമേരിക്കയ്ക്ക് നൽകിയില്ല. സൈനിക കാര്യങ്ങളിൽ അടക്കം പിന്തുണ ആവശ്യപ്പെട്ടെങ്കിലും അനുകൂലമായൊരു നിലപാട് നാറ്റോ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. ഫോക്സ് ന്യൂസിന് അല്പം മുമ്പ് മാർക്കോ റൂബിയോ ഒരു അഭിമുഖം നൽകിയിരുന്നു. ഈ അഭിമുഖത്തിൽ മാർക്കോ റൂബിയോയുടെ ഒരു പ്രതികരണം നാറ്റോ രാജ്യങ്ങളുമായുള്ള സഖ്യം അക്കാര്യത്തിൽ ഒരു പുനർവിചിന്തനം ആവശ്യമാണ് എന്നൊരു പ്രതികരണം വന്നിരിക്കുന്നു. അതായത് നാറ്റോ രാജ്യങ്ങൾ അമേരിക്കയുടെ ഇച്ഛാനുസരണം അമേരിക്ക ഒരു ഘട്ടത്തിൽ ആവശ്യപ്പെട്ടതുപോലെ സൈനിക ശേഷി കൊണ്ടും അതോടൊപ്പം തന്നെ ഈ യുദ്ധത്തിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള ആക്രമണങ്ങൾക്കും അവർ തയ്യാറായില്ല. അങ്ങനെ ഒന്ന്, ആഗോളതലത്തിലെ ഊർജ്ജ പ്രതിസന്ധി. രണ്ട്, നാറ്റോ രാജ്യങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ച പോലെ പിന്തുണ ലഭിച്ചില്ല. മറ്റൊന്ന്, കഴിഞ്ഞ ശനിയാഴ്ച US-ൽ 50 സംസ്ഥാനങ്ങളിലും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രതിഷേധങ്ങളുടെ മുദ്രാവാക്യം ഇൻ അമേരിക്ക വി ഡോണ്ട് നീഡ് കിങ്സ് എന്നായിരുന്നു. അത്തരത്തിൽ ഒരു മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു അവരുടെ പ്രതിഷേധം. അതായത് ഇത് അമേരിക്കയാണ്, ഈ രാജ്യത്ത് രാജാക്കന്മാരുടെ ആവശ്യം ഇല്ല എന്ന രീതിയിൽ ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിന് വലിയ തോതിലുള്ള ജനപിന്തുണ അവിടെ ലഭിച്ചു. 50 സ്റ്റേറ്റുകളിലും വലിയ തോതിലുള്ള പങ്കാളിത്തമാണ് ഈ പ്രതിഷേധ കൂട്ടായ്മകളിൽ ഉണ്ടായത്. കുടിയേറ്റമടക്കമുള്ള വിഷയങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.